മനോഹരമായ ഒരു ദിനം കൂടെ കർത്താവ് നമുക്ക് ദാനം നൽകുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമായ എന്നോടടുത്ത് വരിക എന്നുള്ള ദൈവശബ്ദം ഇന്ന് പ്രഭാതവും അത് നമ്മെ വിളിക്കുന്നു. കം ടു മീ. പാപത്തിൽ വീണ് ദൈവത്തിൽ നിന്ന്, അഥവാ ആത്മീയ നല്ല ഭാഷയിൽ പിതാവിൽ നിന്ന് അകന്നുപോയ തൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ പുതിയ നിയമത്തിൽ യേശു തൻ്റെ അടുക്കിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന വിളി കം ടു മീ. ഇന്ന് പ്രഭാതം ആ വിളി നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എബ്രായർ 4 കരുണ ലഭിപ്പാൻ, തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് വരിക എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട വിളി. യാക്കോബ് 5 എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോട് അടുത്തു വരാം. ഡ്രോ നിയർ ടു ഗോഡ്. യേശു യോഹന്നാൻ 5:40 നമ്മളോട് പറയുന്നു, ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കിലേക്ക് വരിക. ഇന്ന് പകൽ നമ്മൾ അടുത്തു വരുന്നത് ഒരു മതപരമായ സ്ഥലത്തേക്കല്ല. നാം അടുത്ത് ചെല്ലുന്നത് ജീവനുള്ള ദൈവത്തിന്റെ അടുക്കിലേക്ക്, ജീവൻ പ്രാപിക്കുവാൻ. യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും ദാഹിക്കുന്നില്ല, ഒരു നാളും വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പ്രകാരം ജീവജലത്തിന് നദികൾ ഒഴുകും. ഇന്ന് പ്രഭാതം ജീവന്റെ ഉറവിടമായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വന്ന് അല്പസമയം കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹൃദയങ്ങൾ തുറക്കാം, ആത്മമണ്ഡലങ്ങൾ തുറക്കാം. ദൈവത്തിന്റെ അടുക്കിലേക്ക്, ആത്മാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്ത് ചെന്ന് ഇന്ന് പ്രഭാതം അല്പസമയം കൂടെ അവനെ ആരാധിക്കാം. ഹല്ലേലൂയ. We praise you, Jesus. Thank you, Lord. Hallelujah. We love you, Jesus. We love you, Holy Spirit. We love you, Heavenly Father. We worship you, Lord. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പ്രഭാതം ഞങ്ങൾക്ക് തരുന്ന വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു അപ്പന്റെ അടുക്കിലേക്ക് അടുത്തു വരികയാണ്. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തന്നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തന്നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധോ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമം. അഖിലം നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമം. അഖിലം നീ മാത്രം യേശുവേ.
എൻ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം? എൻ കർത്താവിൻ തേജസ്സ് ആർക്കു ദർശിക്കാം? നിനക്കു തുല്യന നീ മാത്രമേശുവേ, നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമം. അഖിലം നീ മാത്രം യേശുവേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമം. അഖിലം നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. പിതാവേ, നന്ദി പറഞ്ഞ് അപ്പന്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രഭാതം എടുത്തു വരുന്നു. സഭയായി ദേശത്തിന്റെ വിവിധയിടങ്ങളിൽ അവരുടെ കൂടാരങ്ങളിലായിരിക്കുന്ന ഓരോ തൻ്റെ ജനത്തെയും മക്കളെയും പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഇന്ന് പ്രഭാതം സമർപ്പിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ അങ്ങയുടെ മഹത്വത്തെ ഇന്ന് പ്രഭാതം ദർശിക്കുവാൻ, അങ്ങയുടെ തേജസ്സിനാൽ നിറയുവാൻ തുടർന്നുള്ള നിമിഷങ്ങൾ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങയുടെ അടുക്കൽ വരുന്നവന് ജീവൻ നൽകുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതം ഇത് ശ്രവിക്കുന്ന, ഇത് കേൾക്കുന്ന, തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവിക ജീവൻ വന്നിപ്പോൾ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇന്ന് പ്രഭാതം ഞങ്ങളുടെ നടുവിൽ തുറന്നിരിക്കിയാൽ നന്ദി പറയുന്നു. അവിടുത്തെ പാദപീഠത്തിൽ തൃക്കാക്കലിരുന്ന് തേജസ്സിന്റെ വചനങ്ങളെ പ്രാപിക്കുവാൻ, ഒപ്പിയെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകുന്നു. പ്രാർത്ഥന കേട്ടിരിക്കിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കായി ഞാൻ ഇന്ന് പ്രഭാതം ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട തേജസ്സിന്റെ വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചതുപോലെ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 13 വേർഡ്സ് 36. അപ്പോസ്തലപ്രവൃത്തി 13:36. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു, അവൻ നിദ്ര പ്രാപിച്ചു. ദാവീദ് തന്റെ തലമുറ. കഴിഞ്ഞ ആഴ്ചകൾ ഓർപ്പിച്ചതുപോലെ ഓരോ തലമുറയിലും കർത്താവിനെ സ്നേഹിക്കുന്ന തൻ്റെ അഭിഷക്ത ഗണത്തെ വിളിച്ച് ഓരോ ശുശ്രൂഷകൾ ദൈവമേൽപ്പിക്കുന്നു. വ്യത്യസ്തമാണ്. ഓരോ തലമുറകളിലും നടക്കേണ്ട ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം തൻ്റെ തിരുഹൃദയത്തെ തൻ്റെ മക്കളിലേക്ക് പകർന്നു. അഥവാ ദൈവത്തിൻ്റെ ദിവ്യമായ ആലോചനകൾ തൻ്റെ മക്കളിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് ഭൂമിയിൽ അവരിൽ കൂടെ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിലെ ഏറ്റവും വലിയ മർമ്മം, ഗോഡ് ഡസ് നോട്ട് വർക്ക് അലോൺ. ദൈവം തന്നെ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം ഇൻഡിപെൻഡന്റ് നേച്ചർ ഉള്ളവരാണ്. തന്നെ സ്വതവേ എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്യുവാനാണ് ഇഷ്ടം. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവത്തിന് പ്രത്യേകതയുണ്ട്. യുണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അല്ലെങ്കിൽ താൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല.
കർത്താവിനെ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ കൊണ്ട്, തൻ്റെ ശുശ്രൂഷവൃന്ദത്തെ കൊണ്ട്, അഥവാ ദൈവസഭയെ കൊണ്ട് തൻ്റെ പദ്ധതികളെ ഭൂമിയിൽ പൂർത്തീകരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് പ്രഭാതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ തലമുറയിലും തിരുഹൃദം അറിയുക എന്നുള്ള വലിയ ഒരു സമർപ്പണമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മനുഷ്യന്റെ വീഴ്ചയുടെ ഒരു പൂർണ്ണ പിക്ചർ നമുക്ക് തരുന്നു. അതിനുശേഷമാണ് ദൈവം വീണ്ടും മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള ദൈവ ഉദ്ദേശങ്ങളിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരുവാൻ പ്രയത്നിക്കുന്നതായി നമുക്ക് കാണാം. അതിന്റെ ഫലമായി ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ദൈവം ആദ്യം ആദാമിന്റെ സന്തതിയായ ഹാബേലിനെ ദൈവം വിളിക്കുന്നു. അവൻ ആ വിളി മനസ്സിലാക്കുകയും ദൈവ ഇഷ്ടത്തെ തിരിച്ചറിയുകയും ദൈവത്തിന് പ്രസാദകരമായ യാഗം അവൻ കഴിക്കുന്നു. വചനം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. ഹല്ലേലൂയ. 2, ദൈവം ഏനോശിനെ വിളിക്കുന്നു. ഏനോശിന് ദൈവം കൊടുത്ത വെളിപ്പാട് തന്നെ ആരാധിക്കുവാനുള്ള, ജീവനുള്ള ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള മഹത്വപൂർണമായ വെളിപ്പാട് ദൈവം ഏനോശിന് കൊടുക്കുന്നു. 3-ാമത് ദൈവം വിളിക്കുന്നത് ഹാബേലിനെയാണ്, ഹാനോക്കിനെയാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു 365 വർഷങ്ങൾ ദൈവത്തോട് കൂടെ നടന്നു. അത് ഹാനോക്കിന് ലഭിച്ചത് പ്രയറിന്റെ ഒരു വലിയ വെളിപ്പാടാണ്. ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് പല ആളുകൾക്കും പള്ളിയിലോ അമ്പലങ്ങളിലോ മതസ്ഥലങ്ങളിലോ ചെന്ന് നിൽക്കുന്ന ആ നിമിഷങ്ങൾ മാത്രമാണ് പ്രാർത്ഥനയായി കാണുന്നത്. എന്നാൽ ശരിയായി ദൈവിക വെളിച്ചം പ്രാപിച്ച ഒരാൾക്കറിയാം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹമുണ്ട്. അതായത് പ്രാർത്ഥനയെപ്പറ്റി ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഒരു ബ്രീത്തിങ് ആണ്. ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. എപ്പോഴും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കണം. അത് പ്രകൃതി നിയമമാണ്. ഓക്സിജൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഇതുപോലെ മനുഷ്യന് ഭൂമിയിൽ ഒരു എക്സിസ്റ്റൻസ്, ദിവ്യമായ നിലനിൽപ്പ് ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവ സാന്നിധ്യം എപ്പോഴും അവൻ സ്വീകരിക്കാനാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം നമ്മുടെ ആവശ്യങ്ങൾ പോയി പറയുന്ന സമയങ്ങൾ മാത്രമല്ല. പ്രാർത്ഥനയ്ക്കകത്തുള്ള അനുഗ്രഹമാണ് എങ്കിൽ റിയൽ പ്രയർ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം എപ്പോഴും സ്വീകരിക്കുക. ദൈവനാമം വിളിക്കുന്ന, പുതിയ നിയമ ഭാഷയിൽ യേശു ക്രിസ്തുവിന്റെ നാമം വിളിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും എപ്പോഴും അവന്റെ സാന്നിധ്യം ലഭിച്ചുകൊണ്ടിരിക്കും. നാം ഓക്സിജൻ ശ്വസിക്കുന്നത് പോലെ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹാനോക്ക് അതാണ് ചെയ്തത്. അവൻ ഇടപെടാതെ പ്രാർത്ഥിച്ച് ദൈവവുമായുള്ള ബന്ധം എപ്പോഴും നിലനിർത്തി നീണ്ട വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു. അപ്പൊ വീണുപോയ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ആദ്യം ഹാബേലിനെ വിളിച്ചവന് കൊടുക്കുന്നത് ദൈവവചനത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അതായത് വചനത്തിലേക്ക് അവൻ മടങ്ങി വന്നു. രണ്ടാമത്തെ വ്യക്തിയെ നമ്മൾ കാണുന്നത് ഹാബേലാണ്, ഏനോശാണ്. ഏനോശിന് ദൈവം കൊടുത്തത് വർഷിപ്പിന്റെ ഒരു റെവലേഷനാണ്, ആരാധനയുടെ വെളിപ്പാടാണ്. 3-ാമത് ഹാനോക്കിന് ദൈവം കൊടുക്കുന്നത് പ്രാർത്ഥനയുടെ വെളിപ്പാടാണ്. അപ്പോൾ വീണുപോയ മനുഷ്യൻ 3 കാര്യങ്ങളിൽ യഥാസ്ഥാനപ്പെട്ടു. 1 ദൈവവചനത്തിലേക്ക്, ആരാധനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്. എന്നാൽ യഥാസ്ഥാനം പൂർണ്ണമാകുവാൻ അടുത്ത 4-ാമത്തെ അനുഗ്രഹം മനുഷ്യന് ലഭിക്കണം. അതാണ് നോഹയുടെ വിഷയത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. ജെനിസിസ് ചാപ്റ്റർ 6, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. Make yourself an ark. നോഹയ്ക്ക് ദൈവം കൊടുത്തത് ആരാധനയുടെ, പ്രാർത്ഥനയുടെ, രക്ഷയുടെ വെളിപ്പാടല്ല. അത് 3 ലഭിച്ചു. അത് ഓൾറെഡി വെളിപ്പെട്ടു. 4-ാമത്തെ ദൈവം മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുന്ന 4-ാമത്തെ ആത്യന്തികമായ വെളിപ്പാട്, നീ ഒരു പെട്ടകം പണിയുക. Make yourself an ark. Hallelujah. Glory to God.
സ്തോത്രം. ഈ തലമുറയ്ക്ക്, ഈ ജനറേഷൻ, ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള നാം ആയിരിക്കുന്ന തലമുറയിൽ ദൈവത്തിന് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മഹത്വപൂർണമായ വെളിപ്പാട് മറ്റൊന്നുമല്ല, നാമും ഒരു പെട്ടകം പണിയുക. ആമേൻ. നാം ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, ഒരു വലിയ പണിക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പണിയെപ്പറ്റി ശുശ്രൂഷിക്കുവാനാണ്, ആ വെളിപ്പാട് ജനത്തെ അറിയിക്കുവാനാണ് ദൈവത്തിന് നമ്മുടെ മേൽ തന്നിരിക്കുന്ന നിയോഗം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻഡ് ടൈം റിവൈവൽ എന്ന ദൈവിക എരിവുള്ള, ആത്മീയ എരിവുള്ള എല്ലാവരും പറയുന്ന ഒന്നാണ് അന്ത്യകാല ഉണർവ്. ഒരു ഉണർവുണ്ടാവും. കഴിഞ്ഞ നാളുകളിൽ ഉണർവ് പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല പട്ടണങ്ങളിൽ വെളിപ്പെട്ടത് നമുക്ക് കണ്ടു. ആ ഉണർവിനെ പറ്റിയുള്ള പാറ്റേൺ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ട്. ആമേൻ. ഒരുപാട് ഉണർവുകളെ പറ്റി നാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒരുപാട് ഉണർവുകൾ നാം കണ്ടും കേട്ടതും അറിഞ്ഞത് ആയ ഒരുപാട് പാറ്റേൺ, മാതൃകകൾ നമ്മളിലുണ്ട്. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ഒന്നല്ല, നാം കണ്ടതോ കേട്ടതോ അറിഞ്ഞതോ വായിച്ചതോ ആയ ഒരു ഉണർവല്ല. ഇതുവരെ ഭൂമിയിൽ കാണാത്ത, വെളിപ്പെട്ടിട്ടില്ലാത്ത പുതിയ ഒന്ന് ദൈവം ഈ തലമുറയിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് കഴിഞ്ഞ നാളുകളിൽ നാം ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്ന യെശയ്യാവ് 43:19. ബിഹോൾഡ് ഐ വിൽ ഡു സംതിങ് ന്യൂ. ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കണ്ടത് കേട്ടത് പരിചയിച്ചതല്ല, പുതിയതൊന്ന്. ഞാൻ വീണ്ടും ഈ ആഴ്ചകളിൽ എടുത്തെടുത്തത് ഓർപ്പിക്കുന്നതിന്റെ കാരണം, പുതിയതൊന്ന് പ്രാപിപ്പാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. ഒരു അഭിഷക്തൻ ഇങ്ങനെ പറഞ്ഞു, ലേൺ ചെയ്തതെല്ലാം അൺലേൺ ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ നാളുകൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, ശീലിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം മറക്കുവാൻ, പൗലോസിന്റെ ഭാഷയിൽ പിമ്പിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു, മുമ്പിലുള്ള ഒന്ന്, വരാൻ പോകുന്ന ഒന്നിനു വേണ്ടി ഞാൻ ആയുക, അതിനെ ഞാൻ ടാർഗറ്റ് ചെയ്യും. അതിനായി ചേർച്ചിനെ, കേൾക്കുന്ന സകല ദൈവസഭകളെ ദൈവം അതിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ ഇന്ന് പ്രഭാതം പ്രാർത്ഥിക്കുന്നു. ആമേൻ. വചനം ഉൽപ്പത്തി പുസ്തകം 1-2 നമ്മൾ കാണുന്നത് സൃഷ്ടിപ്പിനെ പറ്റിയാണ്. 2 അധ്യായങ്ങൾ ഭൂമിയിൽ നടന്ന സൃഷ്ടിപ്പുകളെ പറ്റിയുള്ള വിവരണമാണ്. എന്നാൽ ഈ 2 അധ്യായങ്ങൾക്ക് ശേഷം തുടർന്നുള്ള സകല അധ്യായങ്ങളിൽ കാണുന്നത് ഒരു വലിയ കെട്ടുപണിയെ പറ്റിയാണ്, ബിൽഡിംഗ് വർക്ക്. ഉൽപ്പത്തി പുസ്തകം ദൈവം ചില കാര്യങ്ങളുടെ രേഖകൾ മാത്രമാണ് തരുന്നത്. എന്നാൽ ഒരു പുസ്തകം എഴുതുന്ന, ഒരു പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ അവസാനമാണ്. പുസ്തകം അതിന്റെ അവസാനത്തിലാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതുപോലെ വേദപുസ്തകത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. ഉൽപ്പത്തിയിൽ ദൈവം എന്താണ് പദ്ധതിയിട്ടത്, അതിന്റെ പൂർത്തീകരണം വെളിപ്പാടിൽ സംഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ ദൈവം എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ, എന്തെങ്കിലും ഒന്ന് ആരംഭം കുറിച്ചാൽ അതിനെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ലോകത്തിലെല്ലാ മനുഷ്യനും എത്രയോ കാര്യങ്ങൾ, നല്ല ആരംഭങ്ങൾ ഉണ്ടായി, പലതും പൂർത്തീകരിക്കപ്പെട്ടില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം നാം ആരാധിക്കുന്ന ദൈവത്തെ പറ്റി പറയുന്നവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ ആദ്യനും അന്ത്യനുമാണ്. അവന് തുടക്കവുമുണ്ട്, തുടക്കവും ഒടുക്കവുമില്ലാത്ത നല്ല ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവം എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും. വചനം കേൾക്കുന്ന എല്ലാവരും ആത്മാവിൽ ഈ ദിവസങ്ങൾ ഏതെങ്കിലും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടായെങ്കിൽ കൺഫ്യൂഷൻ എല്ലാം മാറിപ്പോട്ടെ. ദൈവം എന്നിൽ തുടങ്ങിയ, എൻ്റെ കുടുംബത്തിൽ തുടങ്ങിയ, എൻ്റെ സഭയിൽ തുടങ്ങിയ ദൈവപ്രവൃത്തി ദൈവം അത് ഫുൾഫിൽ ചെയ്യും, പൂർത്തീകരിക്കും. ഈ വചനം, ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിരുന്ന് ആമീൻ പറഞ്ഞ് നിങ്ങൾക്ക് ആ വചനം ഏറ്റെടുക്കാം. ദൈവം എന്നിൽ തുടങ്ങിയ പ്രവൃത്തി അവൻ പൂർത്തീകരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം തുടങ്ങിയ പണിയെ ദൈവം പൂർത്തീകരിക്കും. വചനം മുഴുവനും പണിയെ പറ്റിയാണ് പിന്നെ പറയുന്നത്. എന്താണ് ഈ വർക്ക്? നാം നോഹയുടെ വിഷയമാണ് വായിച്ചത്. എന്നാൽ നോഹയ്ക്ക് ശേഷം
വരുന്ന ഓരോ അഭിഷക്തന്മാർ, ദൈവം വിളിച്ചു വേർതിരിക്കുന്ന അബ്രഹാമിനെ പറ്റി നാം കാണുന്നു. അബ്രഹാമിനെ പറ്റി എബ്രായ ലേഖനകർത്താണ് പറയുന്നത്, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, എബ്രായർ 11:10, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായി അവൻ കാത്തിരുന്നു. അപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിലും ഒരു വലിയ കൂടാരം, വലിയൊരു സിറ്റി, അതായിരുന്നു അവന്റെ ഹൃദയത്തിലെ ദർശനം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ ആരാധിച്ച് ഈ ഭൂമിയിൽ കർത്താവിനെ മഹത്വം കൊടുത്ത് ജീവിച്ച് പോകുക മാത്രമല്ല, അവന്റെ ഹൃദയത്തിൽ വലിയൊരു ദർശനമുണ്ടായിരുന്നു. ദൈവം വലിയൊരു സിറ്റി പണിയുന്നു, ദൈവം വലിയൊരു നഗരം പണിയുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വെളിപ്പാട് പുസ്തകമാണ് അതിന്റെ കൺക്ലൂഷൻ നമുക്ക് തരുന്നത്. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം, അവസാന അധ്യായത്തിൽ കാണുന്ന ദൈവം എന്താണ് പദ്ധതിയിട്ടതെന്നുള്ള പൂർത്തീകരണം നമുക്കവിടെ കാണാം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. Behold the tabernacle of God. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. വേദപുസ്തകം അവസാനിക്കുന്നത് വലിയൊരു കൂടാരത്തിന്റെ അനുഭവമായിട്ടാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ തലമുറയിൽ ജീവിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, മനുഷ്യന്റെ യഥാസ്ഥാനത്തിൽ 4-ാമത്തെ വെളിപ്പാട്, അത് പെട്ടകം, അഥവാ കൂടാരം, അഥവാ മന്ദിരം, ഇതെല്ലാമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാമിന് ശേഷം നമുക്ക് പിന്നെ കാണുവാൻ കഴിയുന്നത് യാക്കോബിനെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തൊട്ടു. യാക്കോബ് കിടന്നുറങ്ങുന്ന സ്ഥലത്ത് തലയണ കല്ലായി വെച്ച് താൻ കിടന്നുറങ്ങുമ്പോൾ അന്ന് രാത്രി അവൻ കണ്ട ദർശനം, ഇതാ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അവൻ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. അവന് ഒരു വലിയ എൻകൗണ്ടർ യാക്കോബിനുണ്ടാകുകയാണ്. യഹോവ ഈ സ്ഥലത്തുണ്ട്. നമ്മുടെ എല്ലാം ചിന്താഗതിയിൽ എല്ലാ മനുഷ്യനും ആദ്യം ഓടി വരുന്നത് ദൈവം സ്വർഗത്തിലുണ്ട്, സ്വർഗാദി സ്വർഗങ്ങളിൽ അവൻ വസിക്കുന്നു. അത് സത്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ എപ്പോഴുമുള്ള ആഗ്രഹം ബൈബിൾ എപ്പോഴും വെളിപ്പെടുത്തുന്നു. പഴയ നിയമവും പുതിയ നിയമവും ദൈവം സ്വർഗം വിട്ട് താഴേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യം. ഇതാ മനുഷ്യരോട് കൂടെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് സുവിശേഷവും. സുവിശേഷം ഒരു മതത്തിന്റെ ഒന്നല്ല. സ്വർഗത്തിൽ സകല മനുഷ്യനെയും സൃഷ്ടിച്ച മാനവജാതിയെ, മുഴുവൻ മാനവജാതിയെ സൃഷ്ടിച്ച ഉടയവനായ ദൈവം, അത്യുന്നതനായ ദൈവം സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ചരിത്രമാണ് സുവിശേഷം. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അടുത്ത വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മോട് കൂടെ. അപ്പൊ ദൈവത്തിന്റെ ആത്യന്തികമായ ആഗ്രഹം, ഹല്ലേലൂയ, കാട്ടുമൃഗങ്ങളോട് മറ്റ് ഇഴജാതി മൃഗങ്ങളോടുകൂടെ വസിക്കുന്നതിലല്ല അവന്റെ ആഗ്രഹം. അതൊക്കെ അവന്റെ സൃഷ്ടിയും ദൈവം അവയെ സ്നേഹിക്കുകയും കരുതുകയും പുലർത്തുകയും ചെയ്യുന്നു. പക്ഷെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മോടുകൂടാണ്. പ്രഭാതം എന്നെ കേൾക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെയല്ല, സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന ഇമ്മാനുവേൽ, ദൈവ സ്വർഗത്തിൽ നിന്നല്ല, ദൈവം നമ്മോട് കൂടെ. റോമർ 10:9-10 പൗലോസ് വളരെ ശക്തമായി പറയുന്നു, ഇനിയും ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് ഇറക്കാൻ ആരും ഗോവേണി വെച്ച് മേളിലോട്ട് കയറണ്ട, പാതാളത്തിൽ നിന്ന് ദൈവത്തെ കയറ്റാൻ അങ്ങോട്ടും ആരും പോകണ്ട. ദൈവം നമുക്ക് വളരെ സമീപമാണ്. വചനം, ആ ക്രിസ്തു നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. ആരെങ്കിലും ഹൃദയം കൊണ്ട് യേശുവേ, അധരം കൊണ്ട് യേശുവേ എന്ന് വിളിക്കുന്നെങ്കിൽ ആ നിമിഷം ദൈവം അവനോടുകൂടെ വസിക്കുകയാണ്. ഇതാണ് സുവിശേഷം. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നത്, ആശയമല്ല, ഇത് ഫിലോസഫിയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളോട് കൂടെ വസിക്കുന്ന ദൈവം.
അതാണ് യാക്കോബ് കണ്ടത്. അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ എക്സൈറ്റഡ് ആയി. കണ്ട ദർശനം അതാ, ഈ സ്ഥലം ഭയങ്കരം, കാരണം ഈ സ്ഥലത്ത് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ. അടുത്ത വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. യാക്കോബ് ഇറങ്ങി വന്ന സ്ഥലത്തെ അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ശ്രദ്ധേയം. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. യാക്കോബ് കിടന്നുറങ്ങിയ സ്ഥലത്തേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് ആ അനുഭവത്തിൽ അവൻ ഭയപ്പെടും. പക്ഷെ അടുത്ത അവന്റെ ഹൃദയത്തിലേക്ക് ആ വെളിപ്പാടുണ്ടാകുകയാണ്. ഈ സ്ഥലം, ദൈവം വന്നിരിക്കുന്ന ഈ സ്ഥലം, അത് ആലയമാണ്. ആമേൻ. കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഞാൻ നിങ്ങളോട്, ഇത് തുടങ്ങുന്ന സമയം ഏപ്രിലിലെ ഫസ്റ്റ് വീക്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഭൂമിയിൽ എല്ലാ മനുഷ്യന്റെ ഒരു സ്വപ്നമാണ്, ഡ്രീം പ്രോജക്റ്റാണ് ഒരു വീട്. ഒത്തിരി സ്വപ്ന പദ്ധതികൾ നമുക്കുണ്ടെങ്കിലും എസ്പെഷ്യലി മലയാളീസ്, നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലെ ഒരു വലിയ സ്വപ്നം അത് ഒരു വീടുണ്ടാക്കുക എന്നുള്ളത്. എന്നാൽ ഈ ആശയം മനുഷ്യനിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ദൈവത്തിലാണ് ഈ ആശയം ഉണ്ടായത്. ദൈവമാണ് ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിനാണ് വീട് ആവശ്യം. അതുപോലെ നമുക്കും ആ വീട് ആവശ്യമാണ്. ഹല്ലേലൂയ. അതാണ് യാക്കോബിന് കൊടുത്ത ദർശനം. നീ കണ്ട സ്ഥലം ഇത് വെറും ഒരു പ്ലേസ് അല്ല. നിനക്ക് വെളിപ്പെട്ട ഈ സത്യം, ഇത് ഒരു ബദലായി മാറുകയാണ്, ആലയമായി മാറുകയാണ്. ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റു. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത് മോശയാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇതാ മോശയ്ക്ക് കിട്ടിയ ദർശനം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ തലമുറയിൽ ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണം. മോശയോട് ദൈവം പറയാ, ഞാൻ സ്വർഗത്തിൽ അങ്ങ് വസിക്കാനല്ല ആഗ്രഹിക്കുന്നത്, എനിക്ക് ഈ ജനത്തിന്റെ നടുവിലിരിക്കണം. ദൈവം എപ്പോഴും നമ്മുടെ നടുവിൽ വരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതിന്റെ നടുവിൽ ഞാനുണ്ട്. ഇന്നത്തെ ആത്മീയ ലോകം മതമായി മാറ്റപ്പെട്ടു. നമുക്ക് പള്ളിയിൽ വരുമ്പോൾ, ഈ ബിൽഡിങ്ങിൽ വരുമ്പോഴാണ് ദൈവസാന്നിധ്യം അറിയുന്നത്. അല്ല, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ 2-3 പേർ എവിടെ ഇരുന്നാലും, സ്വന്തം വീട്ടിലിരുന്നാലും, ബസ്സിലിരുന്നാലും, കാറിലിരുന്നാലും, മാർക്കറ്റ് പ്ലേസിൽ നിന്നാലും, ദൈവനാമത്തിൽ അവർ കൂടി നിൽക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരും. അതിന്റെ പേരാണ് ആലയം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. മോശയോട് പറയുക, ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു ആലയം പണിയണം. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, വായിക്കുന്നത്. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ലെറ്റ് ദം കൺസ്ട്രക്ട് എ സാങ്ച്വറി ഫോർ മീ. ഈ ജനറേഷൻ ജീവിക്കുന്ന സകല ദൈവമക്കളോട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ജലപ്രളയത്തിന് മുമ്പ്, ന്യായവിധിക്ക് മുമ്പ്, യഥാസ്ഥാനത്തിന്റെ ഏറ്റവും മഹത്വപൂർണമായ അനുഭവം പെട്ടകം പണിയലായിരുന്നു നോഹയ്ക്ക്. ഇതുപോലെ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിന് മുമ്പ് നടക്കേണ്ട ഉണർവ് എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സഭ അഥവാ ദൈവത്തിന്റെ ആലയം ഈ ഭൂമിയിൽ ശക്തമായി വെളിപ്പെടണം. അതാണ് ഇനി വരാൻ പോകുന്ന ഉണർവ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ആരെങ്കിലും ഹൃദയങ്ങൾ വെമ്പുന്നെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ തലമുറയിലെ ശുശ്രൂഷ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. ആമേൻ. മുന്നോട്ട് വളരെ ഓടിപ്പോകുന്നു. അതിനുശേഷമായി നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദ് ആലയം പണിക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ ശേഖരിച്ചു. ദാവീദിന്റെ മകൻ ശലോമോൻ ഒരു ആലയം പണിതു. പഴയ നിയമം മുഴുവനും ആലയം പണിയാണ്. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യം. ഹഗ്ഗായി chapter 1 verse 8. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ചു മഹത്വപ്പെടും. എനിക്ക് പ്രസാദിക്കുവാനും
എനിക്ക് മഹത്വപ്പെടുവാനുമുള്ള ഒരേ ഒരു കാര്യം, ഭൂമിയിൽ തന്റെ ജനം ചെയ്യേണ്ടത് ആലയം പണിയണം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം ഞാൻ വീണ്ടും തന്റെ ജനത്തോട് ആവർത്തിക്കുന്നു, നമുക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട അസൈൻമെന്റ്, നമ്മുടെ പ്രോജക്റ്റ്. ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ടാവും, അസൈൻമെന്റ് ഉണ്ട്, അതൊക്കെ നമ്മുടെ സൈഡിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ പ്രധാന ജോലി, പ്രധാന ശുശ്രൂഷ, പ്രധാന ദൗത്യം, മെയിൻ ഫോക്കസ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രധാന ദർശനം ആലയം പണിയാണ്. അതുകൊണ്ടാണ് ആലയം പണിയുടെ വെളിപ്പാട് ഇല്ലാതെ കഴിഞ്ഞ തലമുറയിൽ എന്തൊക്കെയോ ആളുകൾ ചെയ്തു കൂട്ടുന്നു. അതുകൊണ്ട് ഒരുപാട് പേർ അധ്വാനിക്കുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല, തൃപ്തിയില്ല, സന്തോഷമില്ല, കുളിര് മാറുന്നില്ല എന്നൊക്കെ ഹഗ്ഗായിൽ നാം കാണുന്നു. തൃപ്തി ലഭിക്കുവാൻ, സന്തോഷം ലഭിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഈ തലമുറയിൽ ദൈവം ഇടുന്ന പദ്ധതിയുടെ ഭാഗമാകുക. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു, നോ ഗോഡ്സ് പ്ലാൻ ഫോർ ഈച്ച് ജനറേഷൻ ആൻഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. ഹല്ലേലൂയ. ഓരോ തലമുറയിലും ദൈവം ചെയ്യാൻ പോകുന്ന പദ്ധതിയുടെ അതിന്റെ ഭാഗമായി തീരുക. അതാണ് അനുഗ്രഹം, അതാണ് നമുക്ക് തൃപ്തി തരുന്നത്, അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 വ്യക്തികളെ കണ്ടു. മാർത്ത എന്തൊക്കെയോ ചെയ്തു, ദൈവം ആഗ്രഹിച്ചതോ ദൈവ ഹൃദയത്തിലുള്ളതോ അല്ല അവൾ ചെയ്തത്. അവൾ തന്നെ അവളുടെ സ്വന്തം ബുദ്ധിയിൽ അവൾ പണിതു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ കുറിവാക്യവും മത്തായി 7:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. 2 പണികളാണ്. ദൈവത്തിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന ഒരു പണി, അത് പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വീടാണ്. 2, ദൈവത്തിന്റെ വചനത്തെയോ ദൈവശബ്ദത്തെയോ ദൈവിക വെളിപ്പാടിനെയോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവരുടെ സ്വന്തം ബുദ്ധിയിൽ വിവേകത്തിൽ അവർ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുക. അത് മണലിന്മേൽ പണിയുന്ന വീടാണ്. അത് കാറ്റും വൻമഴയും പെയ്യുമ്പോൾ ആ വീട് ഇല്ലാതെയാകും. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഈ തലമുറയിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നെന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കി, അതിനെ ഗ്രഹിച്ച് പ്രാർത്ഥനാ മുറിയിൽ കൂടെ അതിനെ റിസീവ് ചെയ്ത് ആ പദ്ധതിയുടെ ഭാഗമായി തീരുന്ന ഏത് വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും, അവൻ തൃപ്തനാകും. യേശു തന്നെ 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പറഞ്ഞു, പിതാവ് എനിക്കൊരു അസൈൻമെന്റ് ഭൂമി തന്നിട്ടുണ്ട്. വളരെ വ്യക്തമാണത്, തോന്നലല്ല, അറിവല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. അസൈൻമെന്റ് എനിക്കറിയാം, ആ പ്രവൃത്തി തികയ്ക്കുകയാണ് എൻ്റെ ആഹാരം. നമ്മുടെയും അതാണ്. ഈ തലമുറയിൽ ദൈവത്തിന്റെ അസൈൻമെന്റ് നമുക്ക് ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യാൻ കൃപ നൽകട്ടെ. അത് മറ്റൊന്നുമില്ല, കർത്താവിന്റെ വചനത്തെ ശുശ്രൂഷിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ മന്ദിരം പണിയാണ്, ആലയം പണിയാണ്, പെട്ടകം പണിയാണ്, പുതിയ നിയമ ഭാഷയിൽ ദൈവസഭയുടെ പണിയാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ പുതിയ നിയമത്തിലേക്ക്, ഇത് നമ്മൾ പഴയ നിയമത്തിലേക്ക് ഓടി അതിനകത്തൂടെ യാത്ര ചെയ്യായിരുന്നു. എന്നാൽ നമ്മൾ ഈ സമയം പുതിയ നിയമത്തിലേക്ക് വരുന്നു. പുതിയ നിയമത്തിൽ നാം സുവിശേഷങ്ങൾ വായിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മുഴുവനും എന്തെങ്കിലുമൊക്കെ പറയല്ലോ, ഒരു വ്യക്തിയെ പറയുകയാണ്. നാം ആരാധിക്കുന്ന ആരാധ്യനായ യേശു ക്രിസ്തു. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, മത്തായി 16:18, ഞാൻ എന്റെ സഭയെ പണിയും, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അപ്പോൾ അർത്ഥം, കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഒരു പണിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല. ഇന്ന് പ്രഭാതം നമുക്ക് ഒത്തിരി സന്തോഷിക്കാം, എന്നെയും നിങ്ങളെയും പണിയുവാൻ, തന്റെ സഭയായി പണിയുവാൻ. മെറ്റീരിയൽ ബിൽഡിംഗ് അല്ല, ഞാനും നിങ്ങളും മനുഷ്യരായി നമ്മെ ജീവനുള്ള കല്ലുകളാക്കി ചേർത്ത് അവൻ തന്റെ മന്ദിരം പണിയുവാൻ. സ്തോത്രം. പുതിയ നിയമ അപ്പോസ്തലന്മാർ ഓരോരുത്തരെ എടുത്തു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, പൗലോസ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 3:10. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മനോഹരമായ വചനത്തിനായി നന്ദി. കർത്താവ് വിളിച്ചു വേർതിരിച്ച ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലിക വൃന്ദത്തിൽ പ്രധാനിയായിരുന്ന പൗലോസ് പറയുന്നു,
ഞാനും ഒരു ബിൽഡറാണ്. ദൈവം എനിക്ക് ഒരു ജ്ഞാനം തന്നിരിക്കുകയാണ്. ആ ജ്ഞാനത്തിനൊത്തവണ്ണം ഒരു വലിയ ആർക്കിടെക്റ്റായി ഞാൻ നിന്ന് ദൈവത്തിന്റെ വീട് പണിയുകയാണ്. ഹല്ലേലൂയ! എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. പഴയ നിയമത്തിലെ ഇസ്രായേലിനെ മുഴുവനും വിളിച്ചത് ബിൽഡേഴ്സ് എന്നാണ്, വീട് പണിയുന്നവർ എന്നാണ്. ലോക്ക്ഡൌൺ പീരീഡിൽ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്. എന്നാൽ അതൊക്കെ ഭൗതിക കെട്ടിടം പണിയുന്നവനാണ്. എന്നാൽ യഥാർത്ഥ ബിൽഡേഴ്സ് അത് നമ്മളാണ്, ദൈവസഭയാണ്. പഴയ നിയമത്തിൽ അവരെ പറ്റി പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. അത് നമുക്ക് കാണാൻ കഴിയുന്നത് സങ്കീർത്തനങ്ങളിലും സുവിശേഷങ്ങളിലും അത് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. വീട് പണിയും പഴയ നിയമ ഇസ്രായേലിന്റെ പ്രധാന ശുശ്രൂഷ വീട് പണിയാണ്. എന്നാൽ അവർക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കാതെ വന്നപ്പോൾ, ജ്ഞാനം അവർക്ക് മിസ്സായപ്പോൾ ആ വീട് പണിയിൽ നിന്ന് അവർ മാറിപ്പോയി. ദൈവത്തിന്റെ കൃപയാൽ അവർ തള്ളിക്കളഞ്ഞത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിനെയാണ്. കൃപയാൽ നമുക്ക് അവനെ ലഭിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ ആലയം പണിയുടെ ഭാഗമാകുവാൻ നമുക്ക് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സഭയാകുന്ന വീടിന്റെ മൂലക്കല്ല്, കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഈ വീടിന്റെ മൂലക്കല്ല് അത് യേശുക്രിസ്തുവാണ്. ആമേൻ. അപ്പോൾ പഴയ നിയമ ഇസ്രായേലായിരുന്നു ഈ വീട് പണിക്കാർ. അവരുടെ മൂലക്കല്ലായിരിക്കേണ്ടിയവൻ അത് ക്രിസ്തുവായിരുന്നു. പക്ഷേ അവരെ തള്ളിയതുകൊണ്ട് കൃപയാൽ നമുക്ക് ഈ കർത്താവിനെ ലഭിച്ചു. ലഭിക്കുക മാത്രമല്ല, ദൈവഭവനത്തിന്റെ കല്ലുകളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ! ഞാൻ കർത്താവിന്റെ മഹത്വം കരേറ്റുന്നു. ഇവിടെ കർത്താവ് വന്നത് നാം വായിച്ചു, മത്തായി 16:18. സഭ പണിയാനാണ്, ഞാൻ എൻ്റെ സഭയെ പണി എന്ന് യേശു പറഞ്ഞു. യോഹന്നാനില് അത് വളരെ വ്യക്തമായി കർത്താവ് വർക്കിനെ പറ്റി വെളിപ്പെടുത്തുകയാണ്. യോഹന്നാന് സുവിശേഷം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ ഈ സമയം വായിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവെഴുത്താണ്. ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 19 to 22. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവമക്കളും ശ്രദ്ധിക്കണമേ, ക്രിസ്ത്യാനിറ്റിക്ക് നൂറ്റാണ്ടുകളായി സംഭവിച്ച ഡീഗ്രേഡേഷൻ എന്ന് പറയുന്നത് ശരിയായ വചനത്തിനകത്തെ വെളിപ്പാടുകളുടെ അഭാവമാണ്. എന്നൂടെ പറഞ്ഞ ദൈവജ്ഞാനത്തിന്റെ അഭാവമാണ്. വചനത്തെ അക്ഷരികമായി എടുത്തു ഭൗതിക രീതിയിൽ അതിനെ വിവേചിച്ചു. അനേക ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ട് ക്രിസ്ത്യാനിറ്റി റിലീജിയനായി അധപ്പതിച്ചു. നമ്മൾ ഇന്ന് പറയുന്ന ദൈവസഭ മന്ദിരം ഇതൊരു തിയറിയോ ഇതൊരു ഡോക്ട്രീനോ അല്ല, ഇതൊരു റിയാലിറ്റിയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിലേക്ക് ദിനങ്ങളിൽ കർത്താവ് നമ്മെ നടത്തട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കും. കർത്താവ് പറയുക, ഈ മന്ദിരം പൊളിപ്പിൻ, ഡെസ്ട്രോയ് ദിസ് ടെമ്പിൾ, ഞാനതിനെ 3 ദിവസം കൊണ്ട് പുതുക്കി പണി. കർത്താവ് ഇത് പറയുന്നത് കേട്ട് അന്നത്തെ യഹൂദന്മാർ പ്രതികരിച്ച പ്രതികരണമാണ് അടുത്ത വാക്യം. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു. മന്ദിരം എന്ന് അവർ കേട്ടപ്പോൾ നമ്മുടെ കൂട്ട് തന്നെ മതപരമായ ആശയത്തിയിരിക്കുന്ന എല്ലാവരും പള്ളി, മന്ദിരം, ഹോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ബിൽഡിങ്ങിനെയാണ്. മനുഷ്യൻ പണിതുയർത്തിയിരിക്കുന്നത് ബ്രിക്സ് വെച്ച് പണിതിരിക്കുന്ന ഭൗതിക കെട്ടിടത്തെയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞത് അതൊന്നുമല്ല. മനുഷ്യൻ നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത് മനസ്സിലാക്കാൻ ഒരു താഴ്മ ദൈവം നമുക്ക് തരട്ടെ. അവർ പറഞ്ഞു 46 വർഷം കൊണ്ട് പണിത ഈ ബിൽഡിംഗ്, ഭൗതിക കെട്ടിടം നീ പൊളിക്കുമെന്നു. അടുത്ത വാക്യം,
ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു. നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. മനസ്സിലാകുന്നില്ല. ഈ 46 വർഷം കൊണ്ട് കെട്ടിപ്പണിതിരിക്കുന്ന ഈ ബിൽഡിങ്ങിനെ നീ പൊളിച്ചു കളഞ്ഞിട്ട് 3 ദിവസം കൊണ്ട് പണിയുമെന്നു. എന്താണ് നീ പറയുന്നത്? പക്ഷെ അടുത്ത വാക്യം ഇവിടെ പറയുന്നു, അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച്. എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കേണ്ട, കർത്താവിനെ സ്നേഹിക്കുന്ന മുൻവിധിയില്ലാത്ത ദൈവത്തിന്റെ ജനം ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധേയമായ ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. കർത്താവ് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. യഹൂദൻ മനസ്സിലാക്കിയത് ഭൗതിക കെട്ടിടത്തെ പറ്റിയാണ്, അവരുടെ ദേവാലയത്തെ പറ്റിയാണ്. കർത്താവ് അതിനെ എന്നേ വിട്ടു. അതുകൊണ്ടാണ് മനുഷ്യൻ കൈപ്പണിയായി നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ, പള്ളികളിൽ അല്ലവൻ വാസം ചെയ്യുന്നത്. ഈ ദിനങ്ങളിലൊക്കെ ലോക്ക്ഡൌൺ പീരീഡിൽ ഒരുപാട് പേര് വിഷമിക്കുന്നത് പള്ളിയിൽ പോയില്ല, മന്ദിരത്തിൽ പോയില്ല, ഇതോർത്താണ്. എന്നാൽ പുതിയ നിയമ വെളിച്ചത്തിൽ ബിൽഡിംഗ് അല്ല പള്ളി. കർത്താവ് പറയുക, എന്റെ ശരീരമാണ് മന്ദിരം, ഞാനാണ് മന്ദിരം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വായിച്ചൊരു വാക്യമാണ്, മോശെ അതിനെപ്പറ്റി പറയുന്നു. സങ്കീർത്തനം 90:1, കർത്താവേ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ലോർഡ്, യു ഹാവ് ബീൻ അവർ ഡ്വെല്ലിംഗ് പ്ലേസ്. ദൈവമേ, നീയാണ് ഞങ്ങളുടെ വീട്, നീയാണ് ഞങ്ങളുടെ വാസസ്ഥലം, നീയാണ് ഞങ്ങൾക്ക് വസിക്കുവാനുള്ള ആലയം. പഴയ നിയമ ഭക്തന്മാർ തൊട്ടേ പാടിയതും മനസ്സിലാക്കിയതും അതാ. ഇന്ന് പ്രഭാതം എന്നെ കേൾക്കുന്നവർ വീണ്ടും മനസ്സിലാക്കണം, നിങ്ങൾ വീട്ടിലിരുന്നാലും ഭാരപ്പെടണ്ട, ഹോളിൽ വന്നില്ലല്ലോ എന്നോർത്ത് ഈ ആഴ്ചകൾ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അത് നമുക്ക് ആവശ്യമാണ്. ഒരുമിച്ച് കൂടി വരണം, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ നമുക്ക് ആലയമെന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് ഭൗതിക കെട്ടിടമല്ല. ആവർത്തിക്കുന്നു, അത് ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ നാം അവനിൽ വസിക്കുകയാണ്, നാം അവനിലാണ് ഇരിക്കുന്നത്, നാം അവനിലാണ് ചരിക്കുന്നത്. ദൈവം നമ്മുടെ വീടാണ്. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ഭക്തന്മാർ മുഴുവനും, ദാവീദ്, കോരഹപുത്രന്മാർ, മോശ, ആദിയായ എല്ലാ ഭക്തന്മാരും പാടിയത് അതാണ്. ദൈവമേ, നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ കോട്ടയാണ്, നീ ഞങ്ങളുടെ വീടാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ഈ വിഷയത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ച യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലെ 4 കാര്യങ്ങളുണ്ട്. ഈ കൺക്ലൂഷനിലേക്കാണ് ഈ ആഴ്ചകൾ നമ്മൾ എത്തുന്നത്. അല്ലെ, 4 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ലെന്ന് എനിക്കറിയാം. യോഹന്നാൻ 1:29 അവിടെ കാണുന്നത് ഒരു കുഞ്ഞാടിനെയാണ്. യോഹന്നാൻ 1:32 കാണുന്നത് ഒരു പ്രാവിനെയാണ്. യോഹന്നാൻ 1:42 കാണുന്നത് അവിടെ കല്ലാണ്. യോഹന്നാൻ 1:51 കാണുന്നത് മറ്റൊന്നുമല്ല, ബഥേലാണ്, ദൈവഭവനമാണ്. മനസ്സിലാകുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് പറയട്ടെ, യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ കുഞ്ഞാടായി ഭൂമിയിലേക്ക് വന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മളെ അവന്റെ മക്കളാക്കി തീർക്കാൻ. കഴിഞ്ഞ തലമുറയിൽ, നൂറ്റാണ്ടുകളിൽ ഭക്തരായി ജീവിച്ച നല്ല ശതമാനം ദൈവത്തിന്റെ ദാസിദാസന്മാരിൽ പറയും, രക്ഷിക്കപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ രക്ഷിക്കപ്പെട്ടതുകൊണ്ടുള്ള അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം ഒരുപോലെ മറുപടി പറയും, ഇനി സ്വർഗത്തിൽ പോകണം, വീട്ടിൽ പോകണം, ദൈവഭവനത്തിൽ പോകണം. അന്ന് ആ തലമുറയിൽ മനസ്സിലാക്കിയിരുന്നത് അവര് രക്ഷിക്കപ്പെട്ടു ഇവിടെ വെച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ അംഗീകരിച്ചു, യേശുവിന്റെ പാപം ക്ഷമിച്ചു, പാപം മോചിച്ചു, അവന്റെ രക്തത്താൽ അവൻ എന്നെ കഴുകി, ഇനി എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോൾ അവരുടെ ചിന്താഗതിയിൽ ഭവനം, വീട് എന്നുള്ളത് നിത്യതയിൽ എത്തിട്ട് അനുഭവിക്കാനുള്ള ഒന്നായിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ ബൈബിൾ ആഴത്തിൽ വെളിപ്പാട് തരുന്നു, ഭവനം, ദൈവത്തിന്റെ വീട് എന്നുള്ളത് ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു കെട്ടുപണിയാണ്. ഇപ്പോൾ തന്നെ നാം അതിന്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ തന്നെ നാം ഭവനത്തിലാണ്. കഴിഞ്ഞ തലമുറയ്ക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനോ പൂർണ്ണ അളവിൽ അനുഭവിക്കാനോ പറ്റിയില്ല. അവരെ കുറ്റം പറയാൻ കഴിയത്തില്ല. വെളിപ്പാടുകൾ പ്രോഗ്രസീവാണ്. വളരെ പയ്യാണ് ദൈവം വെളിച്ചം കൊടുക്കുന്നത്.
അവർക്കിത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ 14 പറഞ്ഞതുപോലും തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വരുത്തേണ്ടതിന് പിന്നെയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ചേർത്തുകൊള്ളും. അപ്പൊ എല്ലാവരും ഒരു ഭവനം കാക്ഷിക്കുക, ഇനി നിത്യതയിൽ അത് കിട്ടും, പുതിയ യെരൂശലേമിൽ അതുണ്ടാവും. പക്ഷെ യോഹന്നാൻ ഡീപ്പായി മുൻവിധിയില്ലാതെ നിങ്ങൾ പഠിച്ചാൽ, എന്നെ കേൾക്കുന്നവർ പ്രിജുഡീസ് ഇല്ലാതെ, ക്രിട്ടിസൈസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സത്യം വെളിപ്പെടും. ആലയം പണി, വീട് പണി, മന്ദിരം പണി ബൈബിൾ പറയുന്നു, അത് ഈ ഭൂമിയിൽ നമ്മിൽ നടക്കുന്ന ഒരു വർക്കാണ്. അത് ഓൾറെഡി ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുക നമ്മിലെല്ലാം. എഫേസ്യർ 2:20 നമ്മളതിലേക്ക് വരും. അത് തെളിയിക്കാൻ ഞാൻ ഈ ഭാഗം വിടുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒന്ന് ഓർപ്പിക്കുന്നു. എഫേസ്യർ 2:20 നാം ആ വാക്യം 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കത് ശ്രദ്ധേയമാണ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ നിങ്ങൾ ആ വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ ഒരു ബിൽഡിങ്ങും വളർന്നിട്ടില്ല. നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എത്രയോ നില കെട്ടിടങ്ങൾ. ദുബൈയിൽ നിന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ കെട്ടിടം അവർ പണിതു. ദുബായ് ഗവൺമെന്റ്, ഹല്ലേലൂയ, UAE ഗവൺമെന്റ് പണിതിരിക്കുകയാണ് വെള്ളിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടം. അത് ഇതുവരെ വളർന്ന് ആരും കണ്ടിട്ടില്ല. എന്നാൽ ദൈവം ഈ ഭൂമിയിൽ ഇപ്പോൾ പണിയുന്ന കെട്ടിടം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് യേശു പറഞ്ഞ്, ഞാൻ എൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുക. എല്ലാം തകരും, നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ സഭയാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ അത് ആ ബിൽഡിംഗ് വളരുന്നു എന്ന് വചനത്തിൽ കാണുന്നു. അടുത്തത്, അവനിൽ ക്രിസ്തുവിൽ നിങ്ങളെയും, നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. ഓ വണ്ടർഫുൾ. അപ്പോൾ യേശു ദൈവത്തിന്റെ വീടാണ്. പക്ഷെ നാമും ആ വീടിന്റെ ഒരു പാർട്ടായി, റൂമുകളായി, നാമും അവനിൽ ദൈവത്തിന്റെ നിവാസങ്ങളായി മാറേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ആ പണി ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, സ്വർഗത്തിൽ നടക്കുന്നല്ല. സ്വർണ്ണ തെരുവീതി, വെളിപ്പാട് പുസ്തകത്തിലെ ആദിയായ കാര്യങ്ങൾ, മുത്തിനാൽ നിർമ്മിതമാ 12 ഗോപുരങ്ങൾ, അങ്ങനെ പാട്ടുകളുണ്ട്. അതെല്ലാം നാച്ചുറൽ മൈൻഡ് കൊണ്ട് മനുഷ്യൻ അനലൈസ് ചെയ്തിട്ട് ഒരു ഭൗതികമായൊരു കെട്ടിടത്തെയാണ് ധാരാളം ഭക്തന്മാരും കഴിഞ്ഞ തലമുറയിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് റിയലായി ഈ ഭൂമിയിൽ നടക്കേണ്ട ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ നടക്കാതെ പോയി. എന്നാൽ യേശുവിന്റെ 2ാം വരവിന് മുമ്പ് ദൈവകൃപയാൽ ഈ വെളിപ്പാട് കർത്താവ് തരുന്നത് കൊണ്ട് അനേകർക്ക് ഇത് നൽകുന്നു. ആ നിരയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത് സ്വർഗത്തിൽ ചെന്ന് ആസ്വദിക്കുന്നത് ഒന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു അനുഭവം കൂടാണ്. ദൈവത്തിന്റെ കെട്ടിടം പണി, ആലയം പണി, ഭവനം പണി, അത് നമ്മളിൽ കൂടെ അവർക്ക് നടക്കുകയാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ യോഹന്നാൻ 1 മടങ്ങി വരുന്നു. കുഞ്ഞാടായി യേശു ഭൂമിയിൽ വന്നു, നമ്മുടെ പാപം ക്ഷമിച്ചു. പാപക്ഷമ കിട്ടിയ ഓരോ വ്യക്തിയുടെ മേലെയും അടുത്ത അനുഗ്രഹവും പ്രാവ്, അത് പരിശുദ്ധാത്മാവിനെ കാണിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന സകലരും ഈ അനുഗ്രഹത്തിന് കീഴില്ല. നിങ്ങൾക്കൊന്നുമില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചോണം. നിങ്ങൾക്ക് ലഭിച്ചത് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് ദൈവം നമ്മളിൽ അധിവസിക്കുന്നു. പാപക്ഷമ കിട്ടി, പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി. 3ാമത്തെ വിഷയം നമ്മൾ കഴിഞ്ഞ 4 സെഷനുകൾ ധ്യാനിച്ചു. ശിമോന്റെ അടുക്കൽ വന്നു യേശു അവനെ നോക്കി പറഞ്ഞു, നീ ഇപ്പോൾ ഒരു മൺപാത്രമാണ്, ഉടഞ്ഞു പോകുന്ന മൺപാത്രം, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. പക്ഷേ ഞാൻ നിന്റെ അടുക്കൽ വന്ന് എന്തിനാണെന്നറിയോ? നിന്നെ രക്ഷിച്ചത്, നിന്റെ പാപം ക്ഷമിച്ചതും പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ കല്ലാക്കി മാറ്റാനാണ്. ശിമോനെ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ കേഫയാകും. അർത്ഥം, നീ പാറക്കല്ലായി മാറും, പാറ കഷണമായി മാറും. ഈ ഭൂമിയിൽ ട്രാൻസ്ഫോർമേഷൻ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന 4-5 സെഷനുകൾ നമ്മൾ കഴിഞ്ഞ
ആഴ്ചകളിൽ പോയി. അതിനകത്ത് പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നമ്മളെ കല്ലുകളാക്കി മാറ്റുക, മൺമയരായ നമ്മെ വിൺമയരാക്കി മാറ്റുക, പാപപ്രകൃതം നിറഞ്ഞ നമ്മെ, ബലഹീനരായ നമ്മെ, ഒരുപാട് അപാകതകളുള്ള നമ്മളെ ദൈവിക സ്വഭാവം, ദിവ്യത്വം നമ്മിൽ പകർന്ന് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നത് 5 ഏക്കർ ഭൂമിയുടെ കൂടുതൽ വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് വേണ്ട ഭൗതികതയും തരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ അതിനല്ല പ്രധാനമായി പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നത്, ട്രാൻസ്ഫോം ചെയ്യാനാണ്. എന്തിനാണ് ഈ കല്ല് ഉണ്ടാകുന്നത്? നമ്മൾ ഒരു ബിൽഡിംഗ് പണിയാൻ തുടങ്ങിയാൽ, വീട് പണിയാനോ ചർച്ച് കൺസ്ട്രക്ട് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചാൽ, ഭൗതിക കെട്ടിടം പണിയാൻ നോക്കിയാൽ ആദ്യം ഇറക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് കല്ല്, മണ്ണ്, സിമെന്റ് ഒക്കെ പണിക്ക് വേണ്ടി ആവശ്യം. അപ്പോൾ ഒരു പണിക്ക് ഏറ്റവും ആവശ്യം കല്ലാണ് ആവശ്യം. കല്ല്, സ്റ്റോൺ. പത്രോസിനെ യേശു ആക്കിയത് ഒരു കല്ലാക്കിയാണ്. വെറും കല്ലല്ല, ദിവ്യമായ കല്ല്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ഈ സത്യം മനസ്സിലാക്കി തന്റെ ലേഖനത്തിൽ എഴുതി. നമുക്ക് വായിക്കാൻ കഴിയും. 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 5. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. വളരെ ആഴമുള്ള വചനം. വളരെ പതുക്കെ നമുക്കത് ധ്യാനിച്ചു പോകേണ്ട ഒരു വിഷയമാണ്. സമയത്തിന്റെ അപര്യാപ്തത മൂലം അതിന് മുകളിൽ നിന്ന് നമ്മൾ ഒന്ന് വായിക്കും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതിന്റെ പ്രധാന കല്ല്, കോർണർ സ്റ്റോൺ, ഈ വീട് പണിയുടെ ഈ കൺസ്ട്രക്ഷന്റെ പ്രധാന കല്ല് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ കല്ല ജീവനുള്ള കല്ല്, വെറും കല്ലല്ലത്, ജീവനുള്ള കല്ലാണ്. ജീവനുള്ള കല്ലായി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മൾ വരികയാണ്. എന്തിനാണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടത് എന്താന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തലമുറ മുഴുവനും പറഞ്ഞു സ്വർഗത്തിൽ പോകണമെന്ന്. നല്ല കാര്യമാണ്, അതെല്ലാവരുടെ ആഗ്രഹം, നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ പാട്ടുകൾ മുഴുവനും നാം പാടുന്നുണ്ട്. വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ, വീട്ടിലെത്തിയിട്ടില്ലെത്തുവെന്നാണ് അന്ന് പാടിയത്. ആ പാട്ടിനെ വിമർശിച്ചതല്ല, അന്ന് അത്ര വെളിപ്പാടുണ്ടായിരുന്നുള്ളൂ. അന്ന് ദൈവം അതിനെ അങ്ങനെ കാണുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു. ഞാൻ വീട്ടിലെത്തും എന്നാണ് ഭക്തന്മാർ പാടിയത്. എൻ്റെ വീടിനെ ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എന്നാൽ ഈ തലമുറയിൽ ദൈവത്തിന്റെ പ്രകാശനങ്ങൾ നമുക്ക് ശക്തമായ നിലയിൽ തരികയാണ്. വീട് പണി ഓൾറെഡി ഇവിടെ സ്റ്റാർട്ടായി, നമ്മൾ അതിനകത്താണ്. ഇതിന്റെ പൂർണ്ണത വെളിപ്പെടും. വേദപുസ്തകത്തെ മൊത്തം 4 യുഗങ്ങളായി തിരിക്കുന്നു. 1-ാമത്തെ യുഗം പിതാക്കന്മാരുടെ യുഗം എന്നതിനെ വിളിക്കുന്നു. അത് മോശ വരെയുള്ള കാലഘട്ടമാണ്. ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ പിതാക്കന്മാരുടെ യുഗം എന്ന് വിളിക്കുന്നു. മോശ മുതൽ യേശുക്രിസ്തുവിന്റെ സമയം വരെയുള്ള കാലഘട്ടത്തെ ന്യായപ്രമാണ യുഗം എന്ന് വിളിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാലം മുതൽ യേശുവിന്റെ 2-ാമത്തെ വരെയുള്ള കാലത്തെ കൃപായുഗം എന്ന് വിളിക്കുന്നു. 4-ാമത്തെ യുഗം യേശുവിന്റെ 2-ാമത്തെ വരവ് തൊട്ട് 1000 വർഷങ്ങൾ ഈ ഭൂമിയിൽ, 1000 ആണ്ട്, സഹസ്രാബ്ദ വാഴ്ച, സഹസ്രാബ്ദ യുഗം എന്ന് വിളിക്കുന്നു. ഈ 4 യുഗങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് മുമ്പേ വായിച്ച വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ കണ്ട പുതിയ യെരൂശലേം. ഹല്ലേലൂയ. അപ്പോൾ ഈ 4 യുഗങ്ങളിൽ കൂടെ ദൈവം ചെയ്ത തന്റെ പ്രവൃത്തി വലിയൊരു കൺസ്ട്രക്ഷൻ വർക്കാണ്, കെട്ടുപണിയാണ്. എന്തായിരുന്നു താൻ പണിത്? സൃഷ്ടിപ്പിലെ ഉദ്ദേശം വെളിവാകുകയാണ്. തന്റെ വീട്, തന്റെ ഭവനം, നിലനിൽക്കുന്ന ദൈവഭവനത്തിന്റെ പണിയെ ദൈവം ഈ ഭൂമിയിൽ പൂർത്തീകരിച്ച് പുതിയ യെരൂശലേം എന്ന ആ നഗരം, ആ സിറ്റി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ആ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്നേക്കും അവനോടുകൂടെ വസിക്കും. അതൊരു ഭൗതിക കെട്ടിടമല്ല. പത്രോസിന്റെ ഭാഷയിൽ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന
ഓരോ ഭക്തന്മാരും, ഓരോ അപ്പോസ്തലന്മാരും, ഓരോ അഭിഷിക്തന്മാരും, ഓരോ പ്രവാചകന്മാരും അതിനോട് ചേർന്ന് പണിയുന്ന ഒരു വലിയ ഭവനത്തിന്റെ പണി. അവിടെ ആത്മീയ ഗ്രഹം എന്ന വാക്ക് പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ആ വാക്യം കാണുവാൻ കഴിയുന്നത്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അത് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുക പ്രോസസ്. ഗ്ലോറി ടു ഗോഡ്. ദൈവം യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് സ്വർഗാരോഹണം ചെയ്ത സ്വർഗത്തിൽ നിന്ന് പണിതുകൊണ്ടിരിക്കുകയല്ല. യേശു സ്വർഗാരോഹണം ചെയ്തിട്ട് മടങ്ങിയ ആത്മാവിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. ആ പണിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഈ നാളുകളിൽ സാത്താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും എതിർക്കുന്നതും മറ്റൊന്നിനെയല്ല, ഈ ഭവന പണിക്കെതിരെയാണ് സാത്താന്റെ തന്ത്രങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവസഭ, ദൈവഭവനം വേണ്ട വിധത്തിൽ കെട്ടുപണി ചെയ്ത് മഹത്വപൂർണമായി ദേശത്ത് നിൽക്കുന്നതിനെതിരെ സാത്താൻ പോരാടുമ്പോൾ ഒരു കാര്യം സത്യമായി ഞാൻ പറയാം, ഈ ജനറേഷനിൽ അതിന്റെ പണി ദൈവം മഹത്വപൂർണമായി ചെയ്തെടുക്കും. അതാണ് ഹഗ്ഗായി 2 നാം വായിച്ചത്. ഞാൻ കരയും കടലിനെയും ഇളക്കും, സകലജാതികളുടെയും മനോഹര വസ്തു വരും, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. ഹല്ലേലൂയ. I will fill this house with glory. നമ്മൾ ഇന്ന് കാണുന്ന ചർച്ചിൽ വഴക്കുള്ള, പ്രശ്നങ്ങളുള്ള, ഭിന്നതയുള്ള, ഒരുപാട് ആശയക്കുഴപ്പങ്ങളുള്ള, ഡിബേറ്റുള്ള, ഒരാൾക്കൊരാളെ കണ്ടുകൂടാൻ കഴിയാത്ത, ഇടർച്ചകൾ നിറഞ്ഞ, ഭിന്നങ്ങളും ഭിന്നപക്ഷങ്ങളും നിറഞ്ഞ, പൊളിറ്റിക്സ് നിറഞ്ഞ നമ്മളിന്ന് കാണുന്ന ഒരു പാറ്റേൺ ചേർച്ചിന്റെ അതല്ല. ദൈവഹൃദയത്തിനകത്ത് വേറെ വസ്തുവും വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ദൈവഭവനത്തിന്റെ, മന്ദിരത്തിന്റെ, ദൈവസഭയുടെ ഒരു വെളിപ്പെടൽ ഈ തലമുറയിൽ ഉണ്ടാകും. ആമേൻ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നോഹ പെട്ടകം പണിത് തീർത്തു കഴിഞ്ഞപ്പോൾ ജലപ്രളയം വന്നു. ഹല്ലേലൂയ. മോശ കൂടാരം, ദൈവം കാണിച്ച മാതൃക പ്രകാരം മോശയും അന്നത്തെ സഭയും ദൈവമക്കളും ചേർന്ന് സമാഗമന കൂടാരം പണിത് കഴിഞ്ഞപ്പോൾ മഹത്വം കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഹഗ്ഗായിയുടെ കാലം അവര് ആലയം പണിത് പൂർത്തീകരിച്ചപ്പോൾ യേശു ഒന്നാമത് വന്നു. ഒരു പ്രവചനാത്മാവ് ഞാൻ പറയട്ടെ, എൻഡ് ടൈം വെളിപ്പെടേണ്ട ഈ ദൈവസഭയുടെ പണി, കെട്ടുപണി, അത് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ വെളിപ്പെട്ട് ഓരോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഓരോ ലോക്കൽ പ്ലേസുകളിലും ദൈവം ആഗ്രഹിക്കുന്ന സഭകൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് രാജാതി രാജാവായി, കർത്താതി കർത്താവായി വരും. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്ന പോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ മഹത്വപൂർണമായ അനുഭവത്തിന് മുമ്പ് ഒരു കെട്ടുപണി നടക്കണം. ദിയാൻ ജനത്തോട് വിളിച്ചു പറയുന്നു. വരുന്ന സെഷനുകളെ പ്രധാന വിഷയമാണ് കെട്ടുപണി, ബിൽഡിംഗ് വർക്ക്. സ്വർഗത്തിൽ ചെന്നല്ലത് പണിയുന്നത്, ഭൂമിയിലിരുന്നാണ്. അതുകൊണ്ടാണ് ഒരുത്തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. ഇവിടെയാണ് പണി നടക്കേണ്ടത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇതൊരു ഇൻഡിവിജ്വൽ വർക്കല്ല, ഇതൊരു കോർപ്പറേറ്റ് വർക്കാണ്. ഒരുപാട് ദൈവം കൂട്ടിച്ചേർത്ത ദൈവത്തിന്റെ അഭിഷക്തന്മാരും അഭിഷക്തമാരും ദൈവത്തിന്റെ ജനവും ചേർന്നുള്ളൊരു കെട്ടുപണി, ഇഴുകിച്ചേർന്നുള്ള പണി, ഒന്നായുള്ള ഒരു പണി. ലോകത്തിൽ കാണുന്ന സംഘടനയല്ലത്, ക്ലബല്ലത്, രാഷ്ട്രീയ പാർട്ടികളല്ലത്. ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന, നമ്മുടെ കണ്ണുകളിൽ കാണുന്ന പലതും അല്ലത്. വേദപുസ്തകം പറയുന്ന സഭ, അത് നമ്മുടെ ഹൃദയങ്ങളിൽ അത് കാണാൻ ദൈവജ്ഞാനം ദൈവം നിറയ്ക്കട്ടെ. ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം, ദൈവിക ജ്ഞാനം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മത്തായി
24 എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. വായിൽ നിന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് ചാടിപ്പുറപ്പെടുന്ന വചനം, ഈ തലമുറയ്ക്ക് വേണ്ട വചനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു, ശമൂവേലിന്റെ കാലത്തും വചനം ദുർലഭമായിരുന്നു. വേദപുസ്തകം ഉണ്ടായിരുന്നു, ന്യായപ്രമാണം ഉണ്ടായിരുന്നു, സംസാരിക്കുന്ന വചനമില്ലായിരുന്നു, വെളിപ്പെടുന്ന വചനം. എല്ലാവരും സ്വന്തം ബുദ്ധിക്കും സ്വന്തം വിവേകത്തിലും നടന്നെന്നാണ് എഴുതിയേക്കുന്നത്. എല്ലാവരും അവരവരുടെ രാജാവായിരുന്നു. ആശയങ്ങളും അഭിപ്രായങ്ങളും ഐഡിയകളും പ്രോഗ്രാമുകളും. ഇന്നും ധാരാളം പ്രോഗ്രാമാണ് നടക്കുന്നത്. പല കൺവെൻഷനുകളും നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കുന്നു. ജനത്തിന് ദർശനം ഉണ്ടാകുന്നില്ല, വെളിപ്പാടുണ്ടാകുന്നില്ല. ഒരു കൂട്ടം ഭക്തരായ ആളുകൾ പറയും ഞങ്ങനെ സ്വർഗത്തിൽ പോയാൽ മതി. അല്ല, സ്വർഗത്തിൽ പോകുന്ന നല്ല കാര്യം, അവിടെ പോകാനാണ് എല്ലാവരുടെയും ആഗ്രഹം. ദൈവം എത്തിച്ചു. ഓൾറെഡി എഫേസ്യലേഖനം പറഞ്ഞു നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഓൾറെഡി കയറാൻ ശ്രമിക്കുകയാണ് പലരും. ഓൾറെഡി നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുന്നു. എഫേസ്യർ 1 അവസാന വാക്യങ്ങൾ നമ്മളെ കാണുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മളെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. ആത്മാവിൽ നമ്മുടെ പ്ലേസ് ഇപ്പോൾ തന്നെ അവിടെയാണ്. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ നമ്മൾ ഇരിക്കുക. പക്ഷെ ദൈവത്തിന് ഈ ഭൂമിയിൽ കെട്ടുപണി ചെയ്യണം. കെട്ടുപണി എന്നുള്ള വിഷയം അടുത്ത സെഷനിലേക്ക് നമ്മൾ വരും. അതിന്റെ ഔട്ട്ലൈനാണ് ദൈവഭവനത്തെ പറ്റി നമുക്ക് തന്നത്. നമ്മൾ ലോക്ക്ഡൌൺ പീരീഡിൽ തുടങ്ങിയ യോഹന്നാൻ 1 എന്ന വിഷയത്തിന്റെ കൺക്ലൂഷനിലേക്ക് ഈ സെഷനുകൾ നമ്മൾ എത്തിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഒത്തിരി സന്തോഷിക്കണം. ഇന്ന് നമ്മൾ ഓൾറെഡി ഇതിന്റെ പാർട്ടാണ്. ഭവന പണിയുടെ ഭവനത്തിനകത്താണ് നമ്മൾ, വെളിയിലല്ല. ആളുകൾ കരുതുന്ന അനുഗ്രഹം എന്ന് കരുതുന്നത് വേറെ എന്തൊക്കെയോ ആണ്. കർത്താവ് അനുഗ്രഹം എന്ന് പറഞ്ഞത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ 133 സങ്കീർത്തനം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. അവിടെയാണ് യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. എവിടെ കെട്ടുപണിയുണ്ടോ, എവിടെ ഒരുമയുണ്ടോ, എവിടെ ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നുണ്ടോ, മന്ദിരമായി തീരുന്നുണ്ടോ, അവിടെയെല്ലാം ജീവൻ, ശാശ്വതമായ ജീവൻ, അനുഗ്രഹം അവിടെയുണ്ട്. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ.
പാടിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. വീടും നിന്നുകം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. Thank you, Lord. Thank you, Jesus. Thank you, Master. പിതാവേ, മോശ പാടിയതുപോലെ നീ ഞങ്ങളുടെ ഭവനമായിരിക്കുന്നു. യു ഹാവ് ബീൻ അവർ ഡെല്ലിംഗ് പ്ലേസ്. ദൈവമേ, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഞങ്ങൾ നന്ദി പറയും. കർത്താവേ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ഭവനത്തിൻ്റെ ആസ്വാദനം, അതിൻ്റെ അനുഗ്രഹം നിത്യതയിൽ ചെന്നിട്ട് മാത്രമല്ലല്ലോ, ഈ ഭൂമിയിൽ കർത്താവെ, അങ്ങ് ഞങ്ങളെ വിളിച്ച നാൾ മുതൽ, ആ നിമിഷം മുതൽ ഞങ്ങളെ അവിടുത്തെ ആത്മീയ ഗ്രഹമാക്കി ഈ ഭൂമിയിൽ തന്നെ പണിയുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയും. ജീവനുള്ള കല്ലായ അങ്ങയുടെ അടുക്കൽ വന്ന് ഞങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ അങ്ങയുടെ ആത്മീയ ഗ്രഹമായി ഓരോ ദിനവും ഓരോ നിമിഷവും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവ്യമായ വെളിപ്പാട് ഈ തലമുറയിൽ തന്നെ സ്നേഹിക്കുന്ന എല്ലാ ജനത്തിനോട് നൽകണമേ എന്ന് ഈ സമയം അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യപ്രകാശനം ഓരോ ഉള്ളങ്ങളിലും ഉണ്ടാകട്ടെ. കർത്താവെ, ആദ്യത്തെ ജലപ്രളയത്തിന് മുമ്പ് 4 അഭിഷിക്തന്മാരെ വിളിച്ച് ദൈവഹൃദയത്തിനകത്തെ 4 വെളിപ്പാടുകൾ അവരെ കൊടുത്ത് ദാസ്ഥാനപ്പെടുത്തി ദൈവിക പദ്ധതി ഭൂമിയിൽ പൂർത്തീകരിച്ചതുപോലെ ഈ തലമുറയിൽ ഒരുപാട് ദിവ്യമായ വെളിപ്പാടുകൾ ഓരോ അഭിഷിക്തന്മാർക്കും അങ്ങ് നൽകി. എന്നാൽ ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പ് പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു വലിയ വേല, അത് അങ്ങയുടെ ആലയത്തിന് കെട്ടുപണിയാണല്ലോ. നോഹ പെട്ടകം പണിതതുപോലെ ഈ തലമുറയിൽ ദൈവസഭയാകുന്ന പെട്ടകം പണിയുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ. മോശ കൂടാരം പണിതതുപോലെ, പൗലോസ് സഭ പണിതതുപോലെ ഈ തലമുറയിൽ ദൈവസഭയുടെ പണിയുടെ പൂർത്തീകരണം. ഇത് ദൈവസഭ അനവിധമായ അനൈക്യതകളിലും കർത്താവെ അഭിപ്രായ വ്യത്യാസങ്ങളിലും ഇടർച്ചകളിലും നിൽക്കുമ്പോൾ ആ സ്ഥാനത്ത് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവസഭയുടെ കെട്ടുപണിക്കായി ഒരു സമർപ്പണം ഓരോ ഉള്ളങ്ങളിലും ഇപ്പോൾ നൽകണമേ. കർത്താവെ, കെട്ടുപണിയെ പറ്റി ധ്യാനിക്കുവാൻ വരുന്ന സെഷനുകളിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ദേശത്തിൽ നിന്ന് വിവിധയിടങ്ങളിൽ നിന്ന് ആത്മാവിനാൽ ഒന്നിച്ചു കൊണ്ടുവന്ന ഓരോ കല്ലുകൾക്കായി ഞാൻ ഈ സമയം അപേക്ഷിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്കായി ഞാൻ അപേക്ഷിക്കുന്നു. അവർക്കെല്ലാം ഈ ദിവ്യമായ ജ്ഞാനം ഇപ്പോൾ അവിടെ നൽകണമേ. കർത്താവെ, അങ്ങ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലുമായി ആകേണ്ടതിന് എന്ന ആ വലിയ അനുഗ്രഹം, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ എന്നുള്ള അനുഗ്രഹം ഈ തലമുറയിൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. മോശ സമാഗമന കൂടാരം ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ചേർന്ന് പണിത് തീർത്തപ്പോൾ മുകളിൽ നിന്ന മേഘം മഹത്വമായ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടതുപോലെ ഈ ജനറേഷൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗ്ലോറിയസ് റിവൈവൽ ദൈവസഭകളിൽ കൂടെ വെളിപ്പെടട്ടെ. ആ സഭ, കർത്താവ് ആഗ്രഹിക്കുന്ന ആ സഭയുടെ ഒരു കെട്ടുപണി ഈ ദിനങ്ങളിൽ, പ്രത്യേകിച്ച് 2020 ശക്തമായി വെളിപ്പെട്ട് വരട്ടെ. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവസഭ, അധികാരമുള്ള, തേജസ്സുള്ള, ദൈവകൃപ നിറഞ്ഞ, ആരും കണ്ടാൽ ആഗ്രഹിക്കുന്ന, ഓടി വരുന്ന കർത്താവെ, അങ്ങീ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ശേബാരാജ്ഞി മൈലുകൾക്കപ്പുറം വന്നതുപോലെ ദൈവസഭയിലേക്ക് ഒരുപാട് പേർ ക്രിസ്തുവിനെ തേടി ജ്ഞാനമായ ക്രിസ്തുവിനെ അനുഭവിപ്പാൻ വരുന്ന ദിനങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ.
കർത്താവേ, ദൈവസഭ എവിടുണ്ടോ അവിടാണല്ലോ ശാശ്വതമായ ജീവനും അനുഗ്രഹം. സഹോദരന്മാർ ഒത്തൊരുമിച്ചിരിക്കുന്ന ഇടം, ഒരുമിച്ച് വസിക്കുന്ന ഇടം, ഒരുമയുള്ള സ്ഥലം, യൂണിറ്റിയുള്ള ഇടം, ക്രിസ്തുവിലുള്ള ആ യൂണിറ്റി ഓരോ സഭകളിലും ഇപ്പോൾ വെളിപ്പെടട്ടെ. ഈ വെളിപ്പാട് ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ. തന്റെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കൃപ കൂടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all.